എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചകിരി വെച്ചിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയയും കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഐഡിയ കാണാം. ആദ്യം നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. അപ്പോൾ ഒരുപാട് വലിയ കാർഡ്ബോർഡൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കേക്കൊക്കെ വാങ്ങുന്ന ബോക്സ് ഇല്ലേ, അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് വരയ്ക്കണേ കേട്ടോ. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് വരയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ കളറിങ് ബുക്കിലൊക്കെ കിട്ടും ഇതുപോലെ. അതങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ലേ, അങ്ങനെ നോക്കിയിട്ട് ഒരു പടം എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ട്രേസ് ചെയ്തെടുത്താലും മതി. അപ്പോൾ വരയ്ക്കുന്നത് നോക്കിയിട്ട് വരയ്ക്കണമെന്ന് താല്പര്യമുള്ളവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഫുള്ള് കാണിക്കുന്നത്. അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ മാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ഗ്ലിറ്റർ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വലിയ കുഴപ്പമില്ല അല്ലേ. ഇനി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണ്ട. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇതുപോലത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ബ്ലാക്ക് ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തായാലും മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. ആ ജാറിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ചകിരി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വലിപ്പമുള്ള ജാർ എടുത്താൽ മതി കേട്ടോ. ഇതുപോലത്തെ കുറച്ച് ചകിരി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിരിച്ചെടുക്കാം. അപ്പോൾ മിക്സിക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ. അത് വെച്ചിട്ട് പേടിക്കേണ്ട ആരും. പിന്നെ ചകിരിയല്ലേ, നന്നായിട്ട് ഒന്ന് കഴിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ പോവും. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് ഞാനിപ്പോൾ ഇതേ എടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് ഈ ചകിരി നമുക്ക് കിട്ടും. മാത്രമല്ല അതിൻ്റെ ആ ഒരു പൊടികളൊക്കെ അതിൽ സെപ്പറേറ്റായി കിടക്കുകയും ചെയ്യണ്ടോ. നമ്മൾ കൈകൊണ്ട് എത്ര ചെയ്താലും ഇത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഈ ഒരു പൊടികളിൽ കിടക്കുന്ന ഞാരൊക്കെ നമുക്ക് മാറ്റാം. അതുപോലെ ഇതില്ലേ, ഇതും നമുക്ക് ഒന്ന് കുറച്ച് എടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായത് നോക്കിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത്. നമുക്കിത് ഫുള്ളും വേണ്ട, ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ മാനിൻ്റെ ഇമേജില്ലേ, അതെടുത്തിട്ട് അതിൽ നല്ലോണം ഇതുപോലെ ഫെവിക്കോള് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഫെവിക്കോളിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യണ്ട, കട്ടിയിൽ തന്നെ തേച്ചോളൂ കേട്ടോ. എന്നാലേ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ. കട്ടിയിൽ ഈ ഒരു ഇമേജിൽ ഫുള്ളും ഇതുപോലെ ഫെവിക്കോള് തേച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ എന്താ ഇതുപോലെ കട്ടിയിൽ തന്നെ തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടിയില്ലേ, ഇതിലേക്ക് ഇതങ്ങോട്ട് കമഴ്ത്തി കൊടുക്കുക. കമഴ്ത്തി കൊടുക്കുമ്പോൾ കുറേയൊക്കെ ഇതിൽ പിടിച്ചിരിക്കും. ബാക്കി നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പതുക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഫെവിക്കോൾ പിന്നെ കുറച്ച് ഡ്രൈ ആവുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് പറ്റിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ ഇത് നല്ലൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഫുള്ളും അങ്ങോട്ട് തട്ടിക്കളയണ്ട, ചെറുതായിട്ടും തട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഉണങ്ങിയിട്ട് എല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒന്ന് തട്ടിക്കളയാം. അപ്പോൾ ഇനി ഇത് ഉണങ്ങട്ടെ കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മറ്റേ ചകിരീൻ്റെ സംഭവമില്ലേ, അതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ പെയിൻ്റ് ആക്കിയിട്ട് ലേശം വെള്ളം കൂടെ നനച്ച് കൊടുക്കാം. ചകിരിയാകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് പെയിൻറ്റ് ചിലവാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചകിരി ഫുള്ളും ഗ്രീൻ കളറായിട്ട് കിട്ടും. എന്നിട്ട് അതും ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. രണ്ടും അതെ, ഇത് ഇത്രയും മതി. ഇനി ഇതും ഒന്ന് ഉണങ്ങട്ടെ. അപ്പോഴേക്കും ഞാൻ ഇതിനൊരു ഫ്രെയിം എടുക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ്. അതിപ്പോൾ ഇങ്ങനെ പഴയതായിട്ട് കുറച്ചൊക്കെ കേടായതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് പണി എനിക്ക് എളുപ്പമായി. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ പേപ്പർ സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അത് അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ കുറച്ച് ഭംഗിയായിരിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇതുപോലെ ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു സൈസൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. ഇതിപ്പോൾ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രെയിമൊക്കെ സെറ്റായി. ഇനി നമ്മൾ നേരത്തെ ഉണങ്ങാൻ വെച്ചിട്ടുള്ള മാനിൻ്റെ ആ ഒരു സംഭവമില്ലേ, അതിൻ്റെ ബാക്കിൽ നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. താഴേന്ന് കുറച്ചൊന്ന് പൊക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചാൽ മതി കേട്ടോ. താഴെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടേ. ഇനി നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുള്ള ചകിരിയില്ലേ, അതിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാണ്. അപ്പോൾ ഒന്ന് അടുക്കി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും എടുക്കുക. ഇതേ രീതിയിൽ കണ്ടോ, ഇപ്പോൾ ഒരു ഗ്രാസ് പോലെ തോന്നണില്ലേ. ഇനി ഇത് ഫുള്ള് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം നമുക്കിങ്ങനെ താഴെ ഭാഗം കുറച്ച് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കണ്ണിൻ്റെ സ്ഥാനത്ത് കുറച്ച് ഒരു ബ്ലാക്ക് ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസാണ്. അപ്പോൾ ചെറിയൊരു പീസ് മൂക്കിൻ്റെ ഭാഗത്തും വെച്ചു കേട്ടോ. മൂക്കിൻ്റെ ഭാഗത്ത് വെച്ചത് അറിയുന്നില്ല, ബ്ലാക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇത്രയും മതി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു കേടായിട്ടുള്ള ഭാഗമില്ല, ഫ്രെയിമിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ചൊന്ന് ടച്ച് ചെയ്യാൻ കൂടി ചെയ്യാം. അപ്പോൾ ഇതാ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി കൂടുതലൊന്നും ചെയ്ത് കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് വെച്ച് തന്നെ നിർത്തുകയാണ്. നല്ലൊരു വോൾ ഡെക്കറാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 2 എണ്ണം ഉണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ചകിരി വെച്ചിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വെക്കേഷൻ ആകുമ്പോൾ സമയമൊക്കെ ഒരുപാട് കിട്ടുമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളും അമ്മമാരൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്